ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം, അതിൻ്റെ വിശദാംശങ്ങൾ സൂക്ഷ്മതലത്തിൽ തന്നെ CPIM-ൻ്റെ സംസ്ഥാന സമിതി പരിശോധിക്കേണ്ടത്. ആ പരിശോധനയിൽ നമ്മുടെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഡൽഹിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ്റെ കണ്ണാടിയിൽ കാണുന്ന പ്രതിച്ഛായയുമായി ബന്ധപ്പെടുത്തിയല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയെ സംബന്ധിച്ചാണ്. നരേന്ദ്രമോദി രാജ്യത്തുണ്ടാക്കിയ പ്രതിച്ഛായയെ സംബന്ധിച്ചും അതുണ്ടാക്കിയ ആപത്കരമായ അവസ്ഥയെക്കുറിച്ചുമാണ്. മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ തുടർച്ചയായ കടന്നാക്രമണങ്ങൾ, അക്രമോത്സുകമായ പ്രചരണ രീതികൾ, ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്, അതിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തിയിരുന്നത്. ആ പ്രതിച്ഛായയാണ് തെരഞ്ഞെടുപ്പ് കണ്ടത്, ജനങ്ങൾ കണ്ടത്. ലീഗുകാർ കണ്ടത് പിന്നെ പിണറായിയുടെ പ്രതിച്ഛായയാണെന്ന് എനിക്കറിഞ്ഞൂടാ. കേരളത്തിലെ ജനങ്ങൾ കണ്ടത് നരേന്ദ്രമോദിയുടെ, ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടത്. ആ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിധിയും പൊതുവെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹിയിലേക്ക് നടക്കുന്ന, പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സമൂഹം പൊതുവെ വർഗീയവൽക്കരിക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദകാലത്തെ ഭരണം നമ്മുടെ സമൂഹത്തെ പൊതുവെ വർഗീയവൽക്കരിച്ചിട്ടുണ്ട്. വലിയൊരളവ് മനുഷ്യരെ ചേരി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരു പ്രതിഫലനം കേരളത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് BJPക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. സമൂഹം വർഗീയവൽക്കരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് ആശങ്കയോടുകൂടി കണ്ടത്. കേരളീയ സമൂഹം വർഗീയവൽക്കരിച്ചുകൂടാ, അത് ദോഷം ചെയ്യും. ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. CPIM അത് തീവ്ര ഹിന്ദുത്വ വർഗീയതയെ പരമാവധി തോൽപ്പിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ആശയപ്രചരണവും ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ മുഖ്യ ശത്രുവായിട്ട് BJPയെ കണ്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് നിലപാടുകളിൽ ചേട്ടല്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഭൂരിപക്ഷ വർഗീയതയെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നതിനാണ് പ്രാധാന്യം നൽകുക. അപ്പോൾ അതിൽ വ്യത്യസ്തമായ തരത്തിലുള്ളൊരു സംവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷ വർഗീയത രക്ഷപ്പെട്ടുകൂടാ. ആ ഒരു നിലപാടിലാണ് ഞങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത്. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള നിലയിലാണ്. പക്ഷെ നമ്മൾ കണ്ടത് ഈ വർഗീയവൽക്കരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ പല തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും. അത് ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ വന്ന വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ആ പാറ്റേൺ പ്രത്യേക തരത്തിലുള്ളതാണ്. ചില നിയോജകമണ്ഡലങ്ങളിൽ ചില പിന്നോക്ക സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ വോട്ടിൽ വന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ നിയോജകമണ്ഡലത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ BJP ജയിച്ചൊരു നിയോജകമണ്ഡലമുണ്ട്, അവിടെ കോൺഗ്രസ്സിന് വോട്ടേ ഇല്ല, കാണാനില്ല. അതും ഈ തെരഞ്ഞെടുപ്പ് കണ്ട പ്രത്യേകതയാണ്. ഇതെല്ലാം നോക്കി മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താൻ കഴിയുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താതെ നമ്മുടെ ഒരു കൂട്ടം മാധ്യമ സുഹൃത്തുക്കൾ വളരെ മാന്യന്മാരായതുകൊണ്ട് ഞങ്ങളുടെ CPM നന്നായി കാണണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ടും ഈ അവരുടെ ഒരു മാധ്യമ വിചാരണ നടത്തിയിട്ടുണ്ട്. അത് അവരുടെ റിവ്യൂ, അത് CPM-ൻ്റെ റിവ്യൂ അല്ല. അതെന്നും വൈകുന്നേരം ആകുമ്പോൾ ഇന്നും നിലയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ CPM-നെ സഹായിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഒരുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ നിഷ്കളങ്കരും നല്ലവരുമായതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളും ഭംഗിയായിട്ട് പറയാനുള്ള കഴിവുള്ളവരായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതൊരു തെറ്റല്ല. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് വൈകുന്നേരം ആകുമ്പോൾ ഒരു വാർത്ത വേണം. ആ വാർത്ത കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടില്ല. അതൊരു തെറ്റായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൽ CPM വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയാമെന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ CPM വിരുദ്ധമായ ഒരു മനോഭാവം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഈ CPM നടത്തിയ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള റിവ്യൂവിന്, പരിശോധനയെ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ആ തെറ്റായ വാർത്തകളാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് ഞങ്ങൾ നടത്തിയ വാർത്തകളല്ല. അതോടൊപ്പം തന്നെ ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞേക്കാം. അതിൽ ചില പ്രവണതകളെ ഞങ്ങൾ പൊതുവെ വിമർശിച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഇതിനോടുള്ള പ്രതികരണങ്ങൾ പലതരത്തിൽ വരികയുണ്ടായി. ഈ മാധ്യമ സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മുടെ ചില മാന്യ സുഹൃത്തുക്കളും
ഇതേ തരത്തിൽ തന്നെ പ്രതികരിക്കേണ്ടായി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വന്നു, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നു, ഇപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നു, ചന്ദ്രിക ദിനപത്രത്തിൽ വേറൊരു പ്രതികരണം വന്നു. ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ട് വിട്ടിരിക്കാൻ പറ്റുമോ? അതുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശിക്കരുതെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളെ ആർക്കും വിമർശിക്കാം. ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് വിമർശിക്കാം, SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കാം. ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളെല്ലാം. അതിൽ ശരിയുണ്ടോയെന്നും ഞങ്ങൾ നോക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. വിരോധപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇപ്പോൾ മാധ്യമം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കണ്ടു. ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് CPM-നെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ലവ് ജിഹാദ് CPM പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം ഇവിടെ പറയണ്ടായി. ലവ് ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയത് ആരാ? പിണറായി വിജയനാ. ലവ് ജിഹാദിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാക്കിയത് ഒന്ന് ഉത്തർപ്രദേശിലാണ്, രണ്ടാമത്തെ മധ്യപ്രദേശിലാണ്, മൂന്നാമത്തെ ഉത്തരാഖണ്ഡിലാണ്. കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ CPM-നെ കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോഴാണ്. അതിൻ്റെ അപ്പുറത്ത് ആ പാരഗ്രാഫ് മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറയുന്ന സംഘടനകൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സമൂഹം തീവ്രമായി വർഗീയവൽക്കരിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് ഇവർ. CPM ഉണ്ടായ കാലം മുതൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാർവദേശീയ വീക്ഷണമുണ്ട്. ഞങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന അതിക്രമങ്ങളെ ശക്തമായിട്ട് സമൂഹത്തിൽ അതിനെതിരായി പ്രചരിപ്പിക്കും. സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ ഇഷ്യൂ വന്നാലും, കുവൈത്തിന് നേരെ നമ്മുടെ സദ്ദാം ഹുസൈന് ഇറാഖിന് നേരെ നടത്തിയ അതിക്രമങ്ങളുടെ മുന്നിലും എല്ലാത്തരം അത്തരം സാമ്രാജ്യത്വം നടത്തുന്ന അതിക്രമങ്ങളെ ഞങ്ങൾ എല്ലാ കാലത്തും അപലപിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസം പഠനക്കള്ളാസ് പോയില്ല, അത് ഞങ്ങളുടെ നിലപാടാണ്. അതൊക്കെ വഴി തിരിച്ചിട്ട് സംസാരിക്കുന്ന ആ ഭാഷയിൽ പ്രതിഫലിച്ചത് മുസ്ലിം സമുദായത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ അതേ വാക്കുകളും വാചകങ്ങളും ലീഗ് നേതൃത്വം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് പിണറായിക്ക് നേരെ നടത്തിയ ഈ പരാമർശത്തിൻ്റെ പിന്നിലും അവർ ഈ നടത്തുന്ന പ്രസംഗങ്ങളുടെ പിന്നിലും പ്രവർത്തനങ്ങളുടെ പിന്നിലും ഇപ്പോൾ ആ ശക്തികൾക്ക് കീഴ്പ്പെട്ടു പോയി എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയുള്ള പ്രചാരവേലകളാണ് അവർ നടത്തുന്നത്.